Welcome to Leap by IAS Factor. Here is the first question of this episode. In which one of the following groups are all the four countries members of Pacific Islands Forum? അപ്പം ഈ തന്നിരിക്കുന്നതിനകത്ത് 4 രാജ്യങ്ങളുടെ പേര് വെച്ചിട്ട് ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ 4ഉം പസഫിക് ഐലൻഡ്സ് ഫോറത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ മെമ്പർ കൺട്രീസ് ആയിട്ടുള്ളത് ഏതോ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഏത്? ലോജിക്കലി ക്രാക്ക് ചെയ്യാൻ നോക്കിയാലോ. ഓപ്ഷൻ എ ന്യൂസിലാൻഡ്, ജപ്പാൻ, US ആൻഡ് തുവാളു. നടക്കത്തില്ല, കാരണം എല്ലാവരും പസഫിക് കൺട്രീസ് ആണ്. ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഫിജി, നൗറു, ഫ്രഞ്ച് പോളിനേഷ്യ. അവിടെയും നടക്കത്തില്ല, സെയിം അവസ്ഥയാണ്. ഓപ്ഷൻ സി USA, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, തുവാളു ആൻഡ് കുക്ക് ഐലൻഡ്സ്. അവിടെ പറ്റുമെന്ന് പറയാനുള്ള റീസൺ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഒരു കരീബിയൻ നേഷനാണ്. കരീബിയൻ ഐലൻഡ്, കരീബിയൻ സീയിൽ പെടുന്ന ഒരു 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 രാജ്യമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. കരീബിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ കരീബിയൻ എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ മാപ്പിൽ ശ്രദ്ധിച്ചാൽ കാണാം. ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്കും അറ്റ്ലാന്റിക്കിനും ഇടയിലായിട്ടുള്ള ഒരു പോർഷനാണ് ഈ കരീബിയൻ സീ എന്ന് പറയുന്നത്. അവിടെ കുറേ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള മെമ്പേഴ്സ് ചേരുന്ന ക്രിക്കറ്റ് ടീമിനെയാണ് നമ്മൾ വെസ്റ്റ് ഇൻഡീസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ കരീബിയൻ പെടുന്നതാണ്. സോ വി ക്യാൻ ഈസിലി എലിമിനേറ്റ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി നോക്കൂ, പപ്പുവ ന്യൂഗിനിയ, ജപ്പാൻ, പലാവ് ആൻഡ് സമോവ. അവിടെയും അവസ്ഥയില്ല. നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. എന്ത്? ഓരോ ഓപ്ഷൻ മാത്രം എലിമിനേറ്റ് ആയി, 3 എലിമിനേറ്റ് ആവുന്നില്ല. ഇനിയും നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബേസിക് ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റിയേനെ. ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇല്ലാതായി പോയി എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. സി, ഇത് 1971 തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് പസഫിക് ഐലൻഡ്സ് ഫോറം എന്ന് പറയുന്നത്. 18 മെമ്പേഴ്സ് ആണുള്ളത്. അതിനകത്ത് USA ഇല്ല, ജപ്പാൻ ഇല്ല. അപ്പോൾ USA ഇല്ല, അങ്ങനത്തെ വലിയ, അതായത് നമ്മൾ കേൾക്കുന്ന ഭയങ്കര സൂപ്പർ പവേഴ്സ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ പെടുന്ന USA ഇല്ല എന്നൊന്ന് ഓർത്ത് വെച്ചാൽ, പിന്നെ മറ്റൊരു പവറായിട്ടുള്ള ജപ്പാൻ ഇല്ല എന്ന് ഓർത്ത് വെച്ചാൽ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതാ കണ്ടോ, ഓപ്ഷൻ എയ്ക്കകത്തുണ്ട് USA ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ ഡിക്കകത്ത് ജപ്പാൻ കിടക്കുന്നു, അതുകൊണ്ട് അതിനെ എലിമിനേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഫിജി, നൗറു ആൻഡ് ഫ്രഞ്ച് പോളിനേഷ്യ ഉള്ള ആൻസർ ആണ് കറക്റ്റ്. ഇതാ നിങ്ങൾ നോക്കൂ, ഈ മാപ്പിൽ കാണിച്ചേക്കുന്ന ഗ്രീൻ ഇട്ട് കാണിച്ചിട്ടില്ലേ, ആ ഏരിയാസ് ഒക്കെയാണ് എന്തിൽ പെടുന്നത്? പസഫിക് ഐലൻഡ്സ് ഫോറത്തിൽ പെടുന്നത്. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത് റിലവൻ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഫിജിയുമായിട്ടുള്ള റിലേഷൻസ് പരമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇന്ത്യ ഫിജി റിലേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ത്യ ഫിജി കോഓപ്പറേഷൻ പല ഏരിയകളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് കയറി വരുന്നത്. സോ നോക്കൂ, ഇവിടെ 18 രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയ, കുക്ക് ഐലൻഡ്സ്, ഫെഡറേറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് മൈക്രോനേഷ്യ, ഫിജി, ഫ്രഞ്ച് പോളിനേഷ്യ, കിരിബാത്തി, നൗറു, ന്യൂ കാൽസിഡോണിയ, ന്യൂസിലൻഡ്, ന്യൂ പലാവു, പപ്പുവ ന്യൂഗിനിയ, റിപ്പബ്ലിക് ഓഫ് മാർഷൽ ഐലൻഡ്, സമോവ, സോളമൻ ഐലൻഡ്സ്, ടോങ്ക, ടുവാളു ആൻഡ് വനുവാതു. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് സ്ട്രാറ്റജി 2050 സ്ട്രാറ്റജി ഫോർ ബ്ലൂ പസഫിക് കോണ്ടിനെന്റ്. ഇതും വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് വരാം. ക്വസ്റ്റ്യൻ തരാം. ആരുടെ ഒരു ഇനീഷ്യേറ്റീവാണ് 2050 സ്ട്രാറ്റജി ഫോർ ബ്ലൂ പസഫിക് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞ് തരാം. എന്നിട്ട് ഓപ്ഷനായിട്ട് വല്ല നേറ്റോ തരാം, അല്ലെങ്കിൽ UN ഏതെങ്കിലും ഏജൻസിയുടെ പേര് തരാം. മനസ്സിലായില്ല? എന്ത് പേര്, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് തരാം, IMF തരാം. ഇങ്ങനത്തെ പേരുകൾ എന്ത് തന്നാലും അവിടെ ഒന്നും നിങ്ങൾ ഡൗട്ട് അടിക്കരുത്. 2050 സ്ട്രാറ്റജി ഫോർ ബ്ലൂ പസഫിക് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? പസഫിക് ഐലൻഡ്സ് ഫോറത്തിൻ്റെ ഇനീഷ്യേറ്റീവ് ആണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുവഴിയല്ലേ നമ്മുടെ എന്ത് പോകുന്നത്? ഇക്വേറ്റർ പോകുന്നത്. സോ അങ്ങനെയും ഒരു ചോദ്യം നമുക്ക് UPSCയിൽ പ്രതീക്ഷിക്കാം. ഇക്വേറ്റർ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതാണ് എന്നുള്ള രീതിക്ക് നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. 2050 സ്ട്രാറ്റജിയുടെ പേരിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പസഫിക് ഐലൻഡ്സ് ഫോറത്തിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് എന്ന് നമ്മളിപ്പോൾ ചോദിച്ച പോലത്തെ ചോദ്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു സ്കീമാണ്. To people involved in how many of the following activities are the facilities of Kisan Credit Card Scheme available? കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇതിലേതൊക്കെ ഏരിയാസിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടും എന്നാണ് ചോദ്യം. കിസാൻ ക്രെഡിറ്റ് കാർഡ്
സ്കീമിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നോക്കിയേ, അഗ്രികൾച്ചർ, ഡയറി, ഫിഷറീസ്, പോൾട്രി. അഗ്രികൾച്ചർ, ഡയറി, ഫിഷറീസ്, പോൾട്രി. നോർമലി പലരും ഇപ്പോൾ ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. പലർക്കും അറിയാം കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. എന്താ? ആ ഫാർമേഴ്സിന് എന്ത് കിട്ടുന്നു? ചെറിയ ഇൻട്രസ്റ്റില് ലോൺസ് കിട്ടുന്നു അല്ലേ? സോ ഫോർമൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി ഫാർമേഴ്സിന് അവൈലബിൾ ആവുന്ന സ്കീമാണ് എന്ത്? കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതായത് ഫോർമൽ ക്രെഡിറ്റ് ഫെസിലിറ്റി ഫാർമേഴ്സിന് ചീപ്പ് ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്നു. അതിനകത്ത് പല രീതിയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് ചീപ്പ് ആവുന്നത്. ഒന്ന്, ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്. അതായത് കേന്ദ്ര സർക്കാർ തന്നെ ഇൻട്രസ്റ്റിൻ്റെ ഒരു ഭാഗം അടയ്ക്കും. പിന്നെ കൃത്യമായിട്ട് അടവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് അതിനൊരു എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടെ കിട്ടും. അങ്ങനെ വളരെ ചെറിയൊരു റേറ്റിനാണ് ആക്ച്വലി കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആർക്കൊക്കെ കിട്ടും എന്നറിയണ്ടേ? എന്തായാലും അഗ്രികൾച്ചർ നമുക്കറിയാം, ഉറപ്പിച്ച്. അഗ്രികൾച്ചർ ഉറപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ബാക്കി സെക്ടേഴ്സിലോടൊക്കെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുള്ള 4 ഏരിയാസിലേക്കും അഗ്രികൾച്ചർ ഉണ്ട്, ഡയറി ഉണ്ട്, ഫിഷറീസ് ഉണ്ട്, പോൾട്രി ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും അഗ്രികൾച്ചറിൽ നിന്നും ഫാമിങ്ങിലേക്ക് ഒരു ട്രാൻസിഷൻ കിസാൻ ക്രെഡിറ്റ് കാർഡിനുണ്ടായി. സോ ഇനീഷ്യലി അഗ്രികൾച്ചറിന് മാത്രമായിരുന്നെങ്കിൽ പിന്നീട് സ്കീം എനിക്ക് 2004 സ്കീം അലൈഡ് ആൻഡ് നോൺ ഫാം ആക്ടിവിറ്റീസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ക്ലിയർ ആയാലോ? ഇതൊക്കെ ശ്രദ്ധിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചോദ്യം ചോദിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഫ്രം ആർട്ട് ആൻഡ് കൾച്ചർ. How many of these pairs of Buddhist stupas and corresponding states are properly matched? അപ്പം ബുദ്ധിസ്റ്റ് സ്തൂപകളും സ്റ്റേറ്റുകളും തമ്മിൽ മാച്ച് ചെയ്തിട്ടുള്ളത് എത്ര എണ്ണം ശരിയാണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ, സാഞ്ചി സ്തൂപ, ഇറ്റ്സ് ഇൻ മധ്യപ്രദേശ്. സോ 1 നമ്മൾ അടിച്ചു. 1 എല്ലാവർക്കും അറിയാവുന്ന അല്ലേ? ഏതൊരു UPSC ആസ്പിരന്റിനെ സംബന്ധിച്ചോളം ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാഞ്ചി സ്തൂപ മധ്യപ്രദേശിലാണ് എന്നറിയാം. നെക്സ്റ്റ്, പിപ്രാവ ഇൻ ഹിമാചൽ പ്രദേശ്. ഇതൊരു കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ പിപ്രാവ റിലിക്സ് നമ്മൾ ഹോങ്കോങ്ങിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അതായത് ഈ പിപ്രാവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്തൂപയിൽ നിന്നും പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് എക്സ്കവേറ്റ് ചെയ്ത് കൊണ്ടുപോയ കുറേ ജെംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. അതൊക്കെ റീസെൻ്റ്ലി ഹോങ്കോങ്ങിൽ വെച്ച് ഓപ്ഷൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെട്ടിട്ട് അതൊക്കെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. സോ അതുകൊണ്ടാണ് അത് കറണ്ട് അഫെയറിലാണ് എന്ന് പറഞ്ഞത്. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ നോക്കൂ, അമരാവതി സ്തൂപ ഇൻ ആന്ധ്രാപ്രദേശ്. മറ്റൊരു ഈസി സാധനമാണ്. UPSC ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം അതും ട്രൂ ആണ്, എന്നാൽ എല്ലാവർക്കും അറിയാം. ആൻഡ് ഫോർത്ത് വൺ, ബാർഹുത് സ്തൂപ, ഉത്തർപ്രദേശ്. ഇത് നിങ്ങൾ NCERT എങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനും ആൻസർ കിട്ടും. ബിക്കോസ് ബാർഹുത് സ്തൂപ ഈസ് നോട്ട് ഇൻ ഉത്തർപ്രദേശ്, ഇറ്റ് ഈസ് ഇൻ മധ്യപ്രദേശ്. സോ ഇത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഫ്രം എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് NCERT. ശരി, ഉത്തർപ്രദേശിലല്ല ബാർഹുത് സ്തൂപയുള്ളത്, പകരം മധ്യപ്രദേശിലാണ്. ഇനി പിപ്രാവയിലേക്ക് തിരിച്ചു വരൂ. പിപ്രാവ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചോ. ദിസ് ഈസ് നോട്ട് ഇൻ ഹിമാചൽ പ്രദേശ്, ഇറ്റ് ഈസ് ഇൻ ഉത്തർപ്രദേശ്. സോ ആകെ തന്നിട്ടുള്ളതിൽ only 2 pairs ആണ് എന്ത് റൈറ്റ് ആയിട്ടുള്ളത്. സാഞ്ചിയും അമരാവതിയും കറക്റ്റ് ആയിട്ടാണ് മാച്ച് ചെയ്തിട്ടുള്ളത്. പിപ്രാവ സ്തൂപ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്, ബാർഹുത് സ്തൂപ മധ്യപ്രദേശിലാണ്. മറക്കരുത്, ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. പിപ്രാവയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, കറണ്ട് അഫെയറിൽ വന്നിട്ടുണ്ട്. ബാർഹുത് NCERT-യിലും ഉണ്ട്. Consider the following statements regarding World Food Program. അപ്പോൾ വേൾഡ് ഫുഡ് പ്രോഗ്രാമിനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നു. ഫസ്റ്റ് വൺ നോക്കൂ, വേൾഡ് ഫുഡ് പ്രോഗ്രാം ഈസ് എ UN ഏജൻസി and one of the world's largest humanitarian organization addressing hunger. വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് UN-ന്റെ ഒരു ഏജൻസിയാണ് എന്ന് ആദ്യത്തെ പാർട്ടിൽ പറയുന്നു. See, normal, just plain, it's right. And it's one of the world's largest humanitarian organization addressing hunger. ഹങ്കറിനെ അഡ്രസ് ചെയ്യുന്ന one of the world's largest humanitarian എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനുകൾ ഒന്ന്. അവിടെ നമുക്ക് എക്സ്ട്രീം ആക്കല്ല, ഒന്ന്, ഏതെങ്കിലും ഒന്ന്.
എന്ന് പറയുമ്പോൾ അതും ട്രൂ ആവാനുള്ള ലോജിക്കലി നമുക്ക് ട്രൂ ആവാനുള്ള സാധ്യതയല്ലേ ഉള്ളൂ. കാരണം വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്നാണ് പേര്. അപ്പോൾ എന്തായാലും ഹങ്കറിനെ അഡ്രസ്സ് ചെയ്യാനായിരിക്കുമല്ലോ. സോ അങ്ങനെ നോക്കിയാൽ രണ്ടും കൂടെ നോക്കി കഴിയുമ്പോഴും ഓപ്ഷൻ 1 ഈസ് ട്രൂ. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കൂ, ദി വേൾഡ് ഫുഡ് പ്രോഗ്രാം ഇസ് ഫണ്ടഡ് എൻറ്റയർലി ബൈ വോളണ്ടറി ഡൊണേഷൻസ് ഫ്രം ഗവൺമെന്റ്സ്, കോർപ്പറേഷൻസ് ആൻഡ് പ്രൈവറ്റ് ഡോണേഴ്സ്. സോ എൻറ്റയർലി എന്താണ് ഞാൻ പറഞ്ഞു, എക്സ്ട്രീം കീവേഡ് ആണ്. പക്ഷേ ഇവിടെ ആ എക്സ്ട്രീം കീവേഡ് വെച്ച് നിങ്ങൾ അതിനെ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരം തെറ്റും. സ്റ്റിൽ എന്ത് വേണം? ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് പല ആസ്പിറൻസും നമ്മളോട് ചോദിക്കുന്നത്, സാർ ചില കണ്ടീഷൻസിൽ എക്സ്ട്രീം കീവേഡ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അങ്ങ് തെറ്റിപ്പോകാറുണ്ടല്ലോ എന്ന് ചോദിക്കും. തെറ്റിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ഏത് കിട്ടുന്നു എന്ന് നോക്കണം. എല്ലാത്തിനും റൈറ്റ് അടിക്കലല്ല നമ്മളുടെ ഒരു ലക്ഷ്യം. ഈ എലിമിനേഷനിൽ കൂടെ നമ്മൾ ലക്ഷ്യമെടുക്കുന്നത് എന്താ? നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടണം. അതായത് ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിന്നും നമുക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടണം എന്നുള്ളതാണ് ഈ എലിമിനേഷനിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ സപ്പോസ് നിങ്ങൾക്ക് 5 എണ്ണം നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് വെച്ചിട്ട് അടിക്കുകയാണെന്ന് കരുതുക. അതിൽ 3 എണ്ണം ശരിയായി, 2 എണ്ണം തെറ്റി. അപ്പോഴും നിങ്ങൾക്ക് ഗുണമല്ലേ ഉള്ളൂ, പോസിറ്റീവ് ആയില്ലേ? സ്ട്രാറ്റജി സെയിം പ്രയോഗിക്കണം. പക്ഷേ മനസ്സിലായി? അതായത് 2 ചോദ്യത്തിൽ ഒരു സ്ട്രാറ്റജി, അടുത്തതിൽ വേറൊരു സ്ട്രാറ്റജി, അടുത്തതിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 5ഉം തെറ്റിന്ന് വരും. നമ്മുടെ 5 എണ്ണത്തിലും സെയിം സ്ട്രാറ്റജി പ്രയോഗിക്കുമ്പോൾ ഒരു 3 എണ്ണം ശരിയായി 2 എണ്ണം തെറ്റിയാൽ കൂടെ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് മാർക്കല്ലേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ 2 എണ്ണം ശരിയായി 3 എണ്ണം തെറ്റിയാൽ പോലും പോസിറ്റീവ് മാർക്കല്ലേ അവിടെ ഉള്ളൂ. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതായത് എലിമിനേഷൻ വെച്ച് എല്ലാം റൈറ്റ് ആവും എന്നല്ല നമ്മൾ പറയുന്നത്. എലിമിനേഷൻ വെച്ച് നിങ്ങൾക്ക് നിവർത്തിയില്ലാത്തതിനെയൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. പക്ഷേ സെയിം സ്ട്രാറ്റജി ആയിരിക്കണം എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അതായത് എക്സ്ട്രീം കീവേഡ്സ് കണ്ടാൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലേക്കുള്ള സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആൻസറിൻ്റെ എണ്ണം അല്ലെങ്കിൽ മാർക്ക് പോസിറ്റീവിൽ എപ്പോഴും നിർത്താനുള്ള സ്കോപ്പാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എൻറ്റയർലി എന്ന് പറയുന്നിടത്ത് നിങ്ങൾ തെറ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോകും. ബിക്കോസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം എൻറ്റയർലി വോളണ്ടറി ഡൊണേഷൻസിൻ്റെ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അത് ഗവൺമെൻറ് ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ആര് കൊടുക്കുന്നത് വോളണ്ടറി ആണ്. അവിടെ മാൻഡറ്ററി ആയിട്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഇത് വോളണ്ടറി ആയിട്ടുള്ള ഡൊണേഷൻസിൻ്റെ പുറത്താണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ആൻഡ് വേൾഡ് ഫുഡ് പ്രോഗ്രാം വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ 2020. 2020 വേൾഡ് നോബൽ പീസ് പ്രൈസ് കിട്ടി. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1961 ആൻഡ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ റോം. ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക, വേണമെങ്കിൽ 3 ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ട് ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് റോമിലാണ്. ആൻഡ് വേൾഡ് ഫുഡ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും ഒരു എക്സ്പെരിമെൻ്റൽ ബേസിസിൽ സുഡാനിലാണ്. അപ്പോൾ സുഡാനിലെ അന്നത്തെ ഹങ്കർ വിഷയത്തിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഒരു എക്സ്പെരിമെൻ്റൽ ബേസിസിൽ ലോഞ്ച് ചെയ്യുകയും സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1961 മുതൽ ഇതുവരെ കണ്ടിന്യൂ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആൻസർ ഈസ് ബോത്ത് 1 and 2. നോക്കൂ, മറ്റൊരു പെയർ തന്നിട്ടുള്ള ചോദ്യം വരുന്നു. കൺസിഡർ ദി ഫോളോയിങ് മിഷൻസ് വിത്ത് ദയർ ഒബ്ജക്റ്റീവ്സ്. സോ മിഷന്റെ സൈഡിൽ നോക്കുക, സുദർശൻ ചക്ര, ഇന്ദ്രധനുഷ്, പൃഥ്വി, വിജ്ഞാൻ. ഒബ്ജക്റ്റീവ്സിന്റെ സൈഡിൽ നോക്കൂ, സുദർശൻ ചക്ര മൾട്ടി ലെയർഡ് ഏരിയൽ ഡിഫൻസ് ഷീൽഡ്. റീസെന്റ് ആണ്, പത്രം വായിച്ചിട്ടുള്ള ഒരു ഹെഡ്ലൈനെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും. സുദർശൻ ചക്ര എന്ന് പറഞ്ഞാൽ ഒരു ഏരിയൽ ഡിഫൻസ് ഷീൽഡാണ് തീർച്ചയായിട്ടും. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ കൂടെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് വരും, കോമൺ സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് വരും, ബാക്കിയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഫോർ എക്സാമ്പിൾ പാർലമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഓക്കെ, അങ്ങനത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, മോണ്യുമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ പ്രോപ്പർലി 2035 കൂടിയിട്ട് കംപ്ലീറ്റ് എയർ ഡിഫൻസ് ഷീൽഡിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മിഷൻ സുദർശൻ ചക്രയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇന്ദ്രധനുഷ്. ഏതൊരു UPSC ആസ്പിരന്റിനും അറിയാവുന്ന കാര്യമാണ് എന്ത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവ് ഫോർ ചിൽഡ്രൻ ആൻഡ് പ്രഗ്നന്റ് വിമൻ, അല്ലേ? കുട്ടികൾക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും കൊടുക്കുന്ന യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, അതിനെയാണ് ഇന്ദ്രധനുഷ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് വൺ പൃഥ്വി വിജ്ഞാൻ. അതിനകത്ത് കുറേ ക്ലൂ ഒക്കെ ഉണ്ട്, പൃഥ്വി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് നോക്കൂ, പ്രൊട്ടക്ഷൻ ആൻഡ് എൻഹാൻസ്മെന്റ് ഓഫ് അണ്ടർഗ്രൗണ്ട് മിസൈൽ സ്റ്റോറേജ് സിസ്റ്റം. ഇത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോ ദാറ്റ് മീൻസ് only 2 pairs are
കറക്റ്റ്ലി മാച്ച്. അതായത് സുദർശൻ ചക്രയും ഇന്ദ്രധനുഷും കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പൃഥ്വി വിജ്ഞാൻ എന്നറിയണ്ടേ? ദിസ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി എർത്ത് സയൻസ് പ്രോഗ്രാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൃഥ്വി എന്നൊക്കെ വാക്ക് കിടപ്പുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിൽ ഡിഫറെന്റ് സ്കീംസ് ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്രോസ്, ഓസ്മാർട്ട്, കണ്ടോ, എക്രോസ്, ഓസ്മാർട്ട്, പേസർ, സെയ്ജ്, റീച്ച് ഔട്ട് എന്ന് പറയുന്ന സ്കീംസ് ഉണ്ട്. ഈ സ്കീംസിനെ എല്ലാം കൂടെ ഒരു കുടക്കീഴിലാക്കി കൊണ്ടുവന്നിരിക്കുന്ന പരിപാടിയാണ് എന്ത്, പൃഥ്വി വിജ്ഞാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പൃഥ്വി വിജ്ഞാൻ എന്ന് പറയുന്നത് ഈ 5 സ്കീമുകളെയും കൂടെ ഒരു കുടക്കീഴിലാക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ്. അതുകൊണ്ടാണ് പൃഥ്വി വിജ്ഞാൻ, നോളജ് അബൌട്ട് പൃഥ്വി, എർത്ത്, ഭൂമിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ. അപ്പോൾ അതിനകത്ത് നോക്കൂ, സബ് സ്കീംസിൻ്റെയൊക്കെ പേര് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അറ്റ്മോസ്ഫിയർ ആൻഡ് ക്ലൈമറ്റ് റിസർച്ച്, ഓഷ്യൻ സർവീസസ് മോഡലിംഗ്, പോളാർ സയൻസ് ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച്, സീസ്മോളജി ആൻഡ് ജിയോ സയൻസസ്. അങ്ങനെ ഡിഫറെൻറ്റ് എർത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സ്റ്റഡി ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ് പൃഥ്വി വിജ്ഞാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ?